രാഷ്ട്രീയ കേരളം അടുത്ത ദിവസങ്ങളിൽ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒരു ജോത്സ്യനെ സന്ദർശിച്ചതും അതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ കോലാഹലങ്ങളും. ഒരു വശത്ത് പാർട്ടിയുടെ അടിസ്ഥാന ആശയങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത ഒരു കാര്യവും ചെയ്യരുതെന്ന് പാർട്ടി അണികളുടെ വികാരം, മറുവശത്താകട്ടെ ഗോവിന്ദന്റെ വിശദീകരണവും. ഇതിനിടയിൽ CPM-നുള്ളിൽ ഒരു പുതിയ ചേരിതിരിവ് രൂപപ്പെടുന്നുണ്ടോ? ഈ വിഷയത്തെക്കുറിച്ചുള്ള വിശദമായ ചർച്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന തത്വങ്ങൾ എപ്പോഴും ശാസ്ത്രീയ ചിന്താഗതിയോടും യുക്തിവാദത്തോടും ഒക്കെ ചേർന്നാണ് നിൽക്കുന്നത്. ദൈവവിശ്വാസത്തെയും അന്ധവിശ്വാസങ്ങളെയും പാർട്ടി പരസ്യമായി എതിർക്കുകയും വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു ജോത്സ്യന്റെ വീട്ടിൽ പോയതിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ അതിനെതിരെ അതിശക്തമായ വിമർശനങ്ങൾ ഉയർന്നു വന്നു. സഖാവ് MV ഗോവിന്ദൻ പയ്യന്നൂരിലെ പ്രശസ്ത ജോത്സ്യനായ മാധവ പൊതുവാളിനെ സന്ദർശിച്ചതാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. ഇതൊരു സാധാരണ വ്യക്തിയുടെ കാര്യമായിരുന്നുവെങ്കിൽ ആരും ശ്രദ്ധിക്കില്ലായിരുന്നു. പക്ഷേ സംസ്ഥാനത്തിന്റെ ഭരണം നിയന്ത്രിക്കുന്ന ഒരു പാർട്ടിയുടെ ഉന്നത നേതാവ് ഒരു ജോത്സ്യനെ കണ്ടുമുട്ടുന്നത് പാർട്ടിയുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമായി കണ്ടുകൊണ്ടാണ് വിമർശനങ്ങൾ ഉയർന്നത്. CPM സംസ്ഥാന സമിതി യോഗത്തിലാണ് ഈ വിഷയം ഒരു വലിയ തർക്കമായി മാറിയത്. വിമർശനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് പാർട്ടിയുടെ ശക്തനായ നേതാവും MV ഗോവിന്ദനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നതുമായ P ജയരാജനാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ രൂക്ഷവും നേരിട്ടുള്ളതുമായിരുന്നു. ചില നേതാക്കൾ ജോത്സ്യന്മാരെ സന്ദർശിക്കുന്നത് പതിവാക്കുകയാണ്, അദ്ദേഹം തുറന്നടിച്ചു. ഇത് പാർട്ടിയുടെ അടിസ്ഥാന ആശയങ്ങൾക്ക് വിരുദ്ധമാണ്. എന്ത് രാഷ്ട്രീയ ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുതിർന്ന നേതാക്കൾ ജോത്സ്യന്മാരെ കാണാൻ പോകുന്നത്? ഇത്തരം പ്രവർത്തനങ്ങൾ പാർട്ടി അണികൾക്കും സമൂഹത്തിനും നൽകുന്ന സന്ദേശം എന്താണ്? ജയരാജന്റെ ഈ ചോദ്യങ്ങൾ വെറും ഒരു വിമർശനമായിരുന്നില്ല, അത് MV ഗോവിന്ദനെ രാഷ്ട്രീയ ബോധത്തെ ചോദ്യം ചെയ്യുന്നതായിരുന്നു. പണ്ട് കോടിയേരി ബാലകൃഷ്ണൻ കാടാമ്പുഴ ക്ഷേത്രത്തിലെ പൂമൂടൽ വഴിപാടുമായി ബന്ധപ്പെട്ട് വിവാദത്തിൽ അകപ്പെട്ടപ്പോൾ പാർട്ടി അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയതുപോലെ MV ഗോവിന്ദനെയും ആക്രമിക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉന്നയിക്കുന്നുണ്ട്. P ജയരാജനും MV ഗോവിന്ദനും തമ്മിലുള്ള ഈ അടുത്ത ബന്ധത്തിൽ വിള്ളൽ വീണോ എന്ന ചർച്ചകളും പാർട്ടി അണികൾക്കിടയിൽ സജീവമാണ്. ഈ വിവാദങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് MV ഗോവിന്ദൻ നൽകിയ മറുപടി രസകരമായിരുന്നു. തനിക്കെതിരെ യാതൊരു വിമർശനവും ഉയർന്നിട്ടില്ലെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒപ്പം മാധ്യമങ്ങളെ കുറ്റപ്പെടുത്താനും അദ്ദേഹം മറന്നില്ല. വിവാദമുണ്ടാക്കിയ ശേഷം പ്രതികരണം അന്വേഷിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത്, ഗോവിന്ദൻ പറയുന്നു. എന്നാൽ MV ഗോവിന്ദന്റെ ഈ പ്രതികരണം പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളെ മറച്ചു വെക്കാനുള്ള ശ്രമമാണോ? മുമ്പ് കോടിയേരി ബാലകൃഷ്ണൻ ശത്രുസംഹാര പൂജ നടത്തിയെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചപ്പോഴും പാർട്ടി പ്രതിരോധത്തിലായിരുന്നു. അന്ധവിശ്വാസങ്ങളെ തള്ളിപ്പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് സ്വന്തം നേതാക്കൾ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ എങ്ങനെയാണ് സാധാരണ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ കഴിയുക? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള ഈ തർക്കം പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ്. MV ഗോവിന്ദനെ പോലെ ഉന്നതനായ ഒരു നേതാവിനെതിരെയുള്ള വിമർശനം പാർട്ടി അണികളുടെ ആത്മവിശ്വാസം കെടുത്താൻ സാധ്യതയുമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിശ്വാസത എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിന് കോട്ടം വരുത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ LDF-ന് വലിയ തിരിച്ചടിയാകുമോ എന്നും വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി.